അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി കാജയാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ ടിന്നിലടച്ച് സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാജയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ മധുരമുള്ള കാജയല്ല, ഇതൊരു സ്പൈസി ആയിട്ടുള്ള കാജയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് 2 കപ്പ് മൈദയാണ് ആദ്യമായിട്ട് വേണ്ടത്. അത് ഞാനിപ്പോൾ പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം. അതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇതിൽ മിക്സാക്കാം. മൈദയിൽ അതിനുശേഷം 1 ടീസ്പൂണ് ഓയിലും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഒന്ന് നല്ലോണം മിക്സാക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് മുളക് പൊടിയും. ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടത്. എരിവ് അധികം വേണമെങ്കിൽ കുറച്ചുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. അതിലേക്ക് 1/4 ടീസ്പൂണ് കരിഞ്ജീരകവും 1/2 ടീസ്പൂൺ എള്ളും കൂടി മിക്സാക്കിയതും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് അതിന് ശേഷം നമുക്ക് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി കുഴച്ച് വെക്കാം. നല്ലോണം മയത്തിൽ കുഴച്ചെടുക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ചാലാണ് എനിക്ക് ഓർമ്മ വന്നത്, മുട്ട ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ 1 മുട്ടയും കൂടി ആഡ് ചെയ്യണം. അത് മറന്നുപോയതാണ്, സോറി. അതിന് ശേഷം ഒന്ന് നന്നായി കുഴക്കാം. വെള്ളം ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൽ 1 മുട്ടയും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ നന്നായി കുഴച്ചിട്ടുണ്ട്. ഒരു ചുവപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ആഡ് ചെയ്യേണ്ടത് കാശ്മീരി മുളകല്ലേ, മുളക് പൊടിയല്ല, എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് ഈ മാവ് കുഴച്ചതിനെ കൊണ്ട് നന്നായിട്ട് കാജൻ്റെ ഷേപ്പിൽ പരത്തി മുറിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഉരുളയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് നേർങ്ങനെ പരത്തിയെടുക്കാം കാജയ്ക്ക് വേണ്ടി. ഇതിപ്പം നല്ല വലുപ്പത്തിൽ നേർങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പരത്തേണ്ടത്, കുറച്ച് നേർങ്ങനെ, എന്നാലാണ് അത് ഒരു ക്രിസ്പി ആവും പൊരിക്കുന്നേരം. ഇനി അതിൻ്റെ മേലെ നമുക്ക് എണ്ണ ഫുള്ളായിട്ടൊന്ന് തടവാം. സ്പൂൺ കൊണ്ടാക്കിയിട്ട് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പരത്തിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരച്ചെടുക്കാം. കാജക്കൊക്കെ തിരക്കുന്ന പോലെ ഇതെങ്ങനെയാണ് തിരക്കുക. ഇത് ചെറിയ കാജയാണ് ഉണ്ടാക്കുന്നത്, വലുതല്ല. അപ്പം നല്ല വലുപ്പത്തിൽ പരത്തിയാൽ ചൊറ കൂടുതൽ കിട്ടും, ലെയർ കിട്ടും കുറച്ച് കൂടുതൽ. അപ്പം തിരച്ച് വെച്ച് ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. ആദ്യം പകുതി ഒന്ന് കട്ട് ചെയ്യാം.
ഇത് ഓരോരോ മുറിച്ചെടുത്തതിന് കണ്ട ലെയർ ചെറിയ ഇതുപോലെയാണ് എല്ലാം മുറിച്ചെടുക്കേണ്ടത്. കുറച്ച് അടുപ്പിച്ചിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. അധികം വിട്ടിട്ട് മുറിച്ചെടുക്കരുത്, അന്നേരം തടി അധികമായിപ്പോൾ. ഇപ്പോൾ ഒരു ഉരുളയാണ് ഞാനിതിപ്പോൾ പരത്തി മുറിച്ചെടുത്തത്. ഇതുപോലെ ബാക്കിയെല്ലാം മുറിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഈ ഞാനിപ്പോൾ മുറിച്ച് വെച്ച കാജയാണിത്, കുഞ്ഞി കാജയാണിത്. ഇത് ഞാനിപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. ചട്ടി ഇപ്പോൾ നന്നായി ചൂടായി. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിക്കട്ടെ. ഓയിലിപ്പോൾ ഒന്ന് നന്നായി ചൂടായാൽ നമുക്ക് മുറിച്ച് വെച്ച കാജ പൊരിക്കാം. ഇപ്പോൾ നന്നായി ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കാജ മുറിച്ച് വെച്ച കാജ ഇടുന്നതാണ്. ഓരോന്നോരോന്നായിട്ട് പറ്റി പിടിച്ച് പോകരുത്. നന്നായിട്ട് ഇടുന്നേരം ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഓരോന്ന് പൊരിഞ്ഞ് വരുന്നുണ്ട്. ഒരു ഗോൾഡൻ കളറായാൽ നമുക്കിത് കോരിയെടുക്കാം. ഇപ്പം ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. അധികം കരിഞ്ഞു പോകരുത്. ഒരു ഗോൾഡൻ കളറായാൽ കോരിയെടുക്കണം. ഇതുപോലെ ബാക്കി മുറിച്ചതും കൂടി പൊരിച്ചെടുക്കാം. ഇപ്പം ഈ സ്പൈസി കാജ ഗോൾഡൻ കളറായി പൊരിച്ച് വെച്ചിട്ടുള്ളതായത് ഇതിപ്പോൾ നല്ല ബിസ്ക്കറ്റ് അപ്പം പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാജയാണ്. നല്ല ടിന്നിലെല്ലാം അടച്ച് സൂക്ഷിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.